ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അതിഥിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. ഞാൻ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ പുതിയൊരു അതിഥിയാണ്. അപ്പോൾ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ കൊണ്ടുവന്നതാണ്. നമ്മുടെ എടത്തിയമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ ഒരു പട്ടി പ്രസവിച്ചിട്ട് 6 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഇനത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഉയരക്കുറവുള്ളതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ പട്ടിക്കുഞ്ഞിനൊരു പേര് ഇഷ്ടപ്പെട്ട നല്ലൊരു പേര് കമൻറ്റ് ചെയ്യുക താല്പര്യമുള്ളവർ. അപ്പോൾ ഞാൻ ഞങ്ങളെ പേര് ഇതിന് ഇടുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിതിപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് ഇരിക്കണം, വിശന്നിട്ടിരിക്കുമായിരുന്നു കേട്ടോ. രാവിലെ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പാല് വാങ്ങിച്ചു. പിന്നെ ആദ്യക്കുട്ടന് അവൻ്റെ ബിസ്ക്കറ്റൊക്കെ കുറച്ച് പൊടിച്ച് പൂച്ചയ്ക്കും പട്ടിക്കുഞ്ഞിനൊക്കെ കൊടുക്കണം. അവൻ തിന്നില്ലെങ്കിലും ഇവറ്റകൾക്ക് കൊടുക്കാൻ അവനും വലിയ താല്പര്യമൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറേയൊക്കെ ഇതിങ്ങനെ അത് പൊടിച്ചിട്ടൊക്കെ ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചോറ് കറിയൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കിടന്നു. ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. ഞാൻ ഇന്ന് എണ്ണ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ചെമ്പരത്തി പിന്നെ ഞങ്ങൾ കഞ്ഞുണ്ണി എന്നാണ് പറയുന്നത് പാലക്കാടൊക്കെ. ഇവിടെ കയ്യെണ്ണ എന്ന് പറയുന്ന ഒരു ചെടി, അത് പിന്നെ ഉലുവ, സവാള, പിന്നെന്താ മൈലാഞ്ചി, കറിവേപ്പില, പിന്നെന്താ കറ്റാർവാഴ, പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇടുന്നത് പിന്നെ ഈ തലനീര് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീഡിയോ കണ്ടിട്ടാണ് അതുപോലെ കാച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ എണ്ണ കാച്ചിയതാണ്. ഒരു പാക്കറ്റ് എണ്ണ വാങ്ങിച്ചിട്ട് ഇന്ന് രാവിലെ തോന്നിയതാണ് എനിക്ക് പെട്ടെന്ന് എണ്ണ കാച്ചണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുകൊണ്ട് ഞാൻ കടയിൽ പോയി ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിക്കട്ടെ പറഞ്ഞു. ആട്ടിയ എണ്ണ കിട്ടാനുള്ള വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കടയിൽ പോയി ഞാൻ പൈസ കൊടുത്തോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു എണ്ണ വാങ്ങിച്ചിട്ട് ആ എണ്ണ വാങ്ങിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കാച്ചിയെടുത്തു. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഫ്രണ്ട്സ്, എനിക്ക് ഉച്ചയ്ക്ക് നല്ല ഉറക്കം വരികയാണെന്നും പറഞ്ഞ് ഞാൻ കിടന്നപ്പോൾ എനിക്ക് ഉറക്കമേ വരുന്നില്ല. അച്ഛൻ പറഞ്ഞു പട്ടിക്കുഞ്ഞിന് പാല് കാച്ചി കൊടുക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കടയിൽ പോയി പാല് വാങ്ങിക്കൊണ്ട് വന്ന് കാച്ചി. അപ്പം ആദ്യക്കുട്ടന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ട്യൂഷന് വിടുന്നുണ്ട് കേട്ടോ. LKG ആണ്. എന്നാലും അവനെ അക്ഷരങ്ങളൊക്കെ പഠിക്കട്ടെ എന്ന് കരുതി നമ്മളെ കുറച്ച് എളുപ്പമാണ് പഠിപ്പിച്ച് കൊടുക്കും. പക്ഷെ എന്നാലും കുറേ കുട്ടികളൊക്കെ ആയിട്ട് പഠിക്കുമ്പോൾ അവന് ഒരു ഇതൊക്കെ തോന്നുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അനിയനാണ് അവനെ ചേർത്തിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അവന് ഇന്ന് 4 മണിക്കാണ്. ഞങ്ങൾ 4:30 ഞാൻ അവനെ കൊണ്ട് കടയിൽ പോയി പാല് കാച്ചി കൊടുത്തു. അപ്പോൾ അച്ഛനും ആദ്യക്കുട്ടനും കൂടി ആണ് ഇന്ന് കുളിച്ചത്. അച്ഛൻ വെള്ളം ചൂടാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഇതേ വീടിൻ്റെ ഇവിടെയുള്ള ഈ കണ്ടോ വേലിൻ്റെ ഇതുള്ള പത്തലെന്നാണ് പറയുന്നത് ഇവിടെ. ഞങ്ങൾ പറയുന്നത് സീമക്കൊന്ന അതിൻ്റെ ആ വടിയിൽ സീമക്കൊന്ന എന്നാണ് ഞങ്ങൾ പറയാറ്. അതിൻ്റെ ആ ഉൾപ്പെടെ എല്ലാത്തിനും അങ്ങനെയാണ് ഞങ്ങൾ സീമക്കൊന്ന എന്നാണ് പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആ വടിയൊക്കെ വെട്ടുമായിരുന്നു കേട്ടോ വേലിക്ക് വേണ്ടിയിട്ട്. വേലിക്ക് വടി കുത്താൻ വേണ്ടിയിട്ട്. വേലിയൊക്കെ പൊളിഞ്ഞു കിടക്കണം. തെങ്ങ് വീണതുകൊണ്ട് അവിടെ മാത്രം പൊളിഞ്ഞിരിക്കണുള്ളൂ. പക്ഷെ വടിയൊക്കെ ഇങ്ങനെ ദ്രവിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ വടിയൊക്കെ കുത്താൻ വേണ്ടിയിട്ട് അച്ഛൻ ഇന്ന് ഈ പണിയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ അച്ഛൻ എപ്പോഴും ചുടുവെള്ളത്തിലേക്ക് കുളിക്കുള്ളൂ ഉച്ച കഴിഞ്ഞിട്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 3-3:30 ആകുമ്പോൾ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ അച്ഛൻ കുളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനും അച്ഛനും കൂടി ഒരുമിച്ചിട്ടാണ് എന്നും അങ്ങനെയൊക്കെ കുളിക്കും ഒഴിവുള്ള ദിവസം. സ്കൂളുള്ള സമയത്ത് ഞാൻ കാലത്തെ കുളിപ്പിക്കും. അതല്ലാത്ത ദിവസം അവൻ ട്യൂഷന് പോകുന്നതിന് മുമ്പായിട്ട് കുളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ഞാൻ കുളിപ്പിക്കാതിരുന്നത്. അപ്പോൾ അച്ഛനാണ് കുളിപ്പിച്ചത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് അവനെ ഞാൻ ട്യൂഷന് വിട്ട് 5:30 ആകുമ്പോൾ വിളിക്കാൻ പോയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ അച്ഛൻ വന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കണ്ടുള്ളൂ. ഞാൻ കടയിൽ പോയപ്പോൾ 2 വട വാങ്ങിച്ച്. ഒരു വട നമ്മുടെ പൂച്ചക്കുഞ്ഞിന് കൊടുത്തു, പട്ടിക്കുഞ്ഞിന് കൊടുത്തിട്ട് അത് തിന്നില്ല. ഞാൻ കഴിച്ചു. ഞാൻ കാപ്പി വെച്ചിട്ടില്ല. അച്ഛൻ വന്നിട്ട് കാപ്പി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട്. പാല് പൂച്ചയ്ക്കും പട്ടിക്കും മാത്രമാണ് കേട്ടോ ഫ്രണ്ട്സ്. അതിനെ കാച്ചി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതേ ഒരാൾ നമ്മുടെ കൊട്ടയ്ക്കകത്ത് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ. അത് കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതിനെ ഞാൻ മീൻ തട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് വന്ന് കയറിയ പൂച്ചക്കുഞ്ഞാണ് കേട്ടോ. ഇന്നലെ ഒന്ന് വന്ന് കയറിയായിരുന്നു, പക്ഷെ അത് പെണ്ണാണ്. അപ്പോൾ ഇത് രണ്ടും പെൺപൂച്ചകളാണ്. ഇനി ഒന്നും കൂടി വേണ്ടാന്ന് കരുതി അതിനെ കൊണ്ടുവന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അത് വന്ന് കയറിയതായിരുന്നു.
പക്ഷെ ആക്കണമെന്നുണ്ടായിരുന്നു. ആണും പൂച്ചക്കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ 3 പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല ഫ്രണ്ട്സ്. അപ്പം ഞാൻ കടയിലേക്ക് ഇന്ന് 2 ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്, അത് കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കടയിൽ എന്നെ നിർത്തുന്ന ചേച്ചിയുടെ വീട് ഇത് അവിടെയാണ് കേട്ടോ. ഏടത്തിയമ്മയുടെ അമ്മായിയായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അക്ക, ഞാൻ അക്ക എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ കുറേ തവണ വിളിച്ചിട്ട് ഞാൻ കേട്ടില്ല. അവരത് ഇഡലി ആദ്യക്കൊണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അതും ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനിപ്പോൾ 5:30 വന്നു കഴിഞ്ഞാൽ പഞ്ചസാര കൂട്ടി ഇഡലിയൊക്കെ കൊടുക്കും. പിന്നെ ഒരു 7, 7:30, 8 മണിയാകുമ്പോൾ അത് കൂടെ ചോറൊക്കെ കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങട്ടെന്ന്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ കുറേ തുണികളൊക്കെ കഴുകിയിട്ടു. 2-3 ദിവസമായിട്ട് വെയിലേ ഇല്ല ഫ്രണ്ട്സ്. ഇതേ കണ്ടില്ലേ, നല്ല പുക മഞ്ഞാണ്. അപ്പോൾ ഫോണിനൊക്കെ കുറേ തവണയായിട്ട് ആദ്യം കൂടെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫോൺ ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എനിക്ക് ഇവിടെ മുറ്റം അടിക്കണം, റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കണം. പിന്നെ വൈകുന്നേരം ആദ്യക്കൂട്ടിനെ വിളിച്ചിട്ട് വന്ന ശേഷം പിന്നെ ഒരു 6:30 ആകുമ്പോൾ അമ്പലത്തിൽ പോകണം. നമ്മുടെ ഇവിടെ ചിറപ്പ് നാഗക്കല്ലിങ്ങ് ദേവി ക്ഷേത്രത്തിൽ ചിറപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചയോളമായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് 2-3 ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല, 4-5 ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകും. പിന്നെ നമുക്ക് ദീപാരാധനയ്ക്ക് പോകുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു സമാധാനം. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് വേണം, വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണം, നാമം ജപിച്ച് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തേക്ക് പോകാൻ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ കറി വെച്ചത് ഇന്ന് മീനൊരു പേര് മറന്നുപോയി. ഉരുളക്കിഴങ്ങും സവാളയും കൂടിയിട്ട് മെഴുക്ക് പുരട്ടി. പിന്നെ അതെന്തോ കുക്കറിലിട്ട് വേവിച്ചുകൊണ്ടൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്, എനിക്ക് അത്ര പിടിച്ചില്ല. പിന്നെ തൈര് ഉണ്ടായിരുന്നു, അത് ആദ്യക്കൂട്ടിന് ഉള്ളതാണ് തൈര്, ഞാൻ കഴിക്കൂല. പിന്നെ മീൻ കറി എന്ന് പറയുമ്പോൾ ആ മീനിൻ്റെ പേര് മറന്നുപോയി ഫ്രണ്ട്സ്. അത് ഇങ്ങനെ അതിൽ മുള്ളൊക്കെ ഇങ്ങനെ ചെത്തി എടുത്തിട്ടുള്ളൊരു മീനാണ്, വറ്റ പോലുള്ളൊരു മീനാണ് കേട്ടോ. അത് തിരിയാനോ അങ്ങനെ എന്തോ മീനാണ് കേട്ടോ. അതാണിന്ന് ഞങ്ങൾ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എണ്ണ കാച്ചത് നല്ലതായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അനിയണിൻ്റെ കുപ്പി ഞാനിത് നിന്നിട്ടുണ്ടല്ലോ, ആൾക്ക് പണിയില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുടിക്കുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അനിയൻ്റെ ചങ്ങാതി തന്നതാണ് പറഞ്ഞിട്ട് കൊടുത്തേ. അപ്പം ചങ്ങാതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ഞാൻ ചിരിച്ചു കേട്ടോ. എനിക്ക് ഒരു പറ്റിക്കലെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് പിടിച്ച് നിർത്താൻ പറ്റില്ല. ആള് പൂർണ്ണമായിട്ടും അങ്ങോട്ട് പറ്റിക്കാൻ പറ്റില്ല, പകുതിക്ക് വെച്ച് ഞാൻ ചിരിക്കും. അപ്പോൾ ആൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് കള്ളത്തരുവാണെന്ന്. അപ്പോൾ ഇത് എണ്ണ കാച്ചതാണ് അനിയണ്ണ പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ഇന്ന് റീൽസ് എന്ന് പറയുന്നതൊക്കെ അങ്ങനെ നല്ല ഇതിലൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ സെൽഫി സ്റ്റിക്കില്ലേ ഫ്രണ്ട്സ്, അത് പൊട്ടിച്ച് കളഞ്ഞു. അവനിടം പൊട്ടിച്ച് കളഞ്ഞു ഫ്രണ്ട്സ്. ദേഷ്യം വന്നപ്പോൾ അവന് പൊട്ടിച്ച് തവിട് പൊടിയാക്കി വെച്ചു. ദേഷ്യം വന്നപ്പോൾ